Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസിൽ ലാസ്റ്റ് ഒരൊറ്റ എക്സാമാണ് പെൻഡിങ് ഉള്ള പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, പാർട്ട് എയിലുള്ള 2 മാർക്സ് ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സ് ചോദ്യങ്ങളിലെ നമ്പർ 1 ആദ്യത്തെ സജഷൻ ഇതാണ്. പിടിച്ചോ. മിക്ക പേപ്പറിലും കണ്ടുവരുന്നൊരു ചോദ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ അതിൻ്റെ മോഡൽസ് എന്ന് നമുക്ക് പറയാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ടൈപ്സ്, അതിലേതെങ്കിലും ഒരെണ്ണം ചില സമയത്ത് എടുത്ത് ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി ഒരു പ്രാവശ്യം B2B മോഡലിനെ പറ്റിയിട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 5 മാർക്സിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വരാറുണ്ട്. അതിൻ്റെ ബെനഫിറ്റ്സ്, ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ലേണിംഗ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ലേണിംഗ് എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ദെൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ് ഒരു ഇൻഡയറക്റ്റ് മോഡിൽ ലേണിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട്. ലേണിംഗ് ഈസ് എ സർവീസ് ഇൻഡസ്ട്രി. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം ഇട്ടെന്നുള്ള അറിയില്ല. ജസ്റ്റിഫൈ റിപ്പീറ്റ് ആയിട്ട് വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു ചോദ്യം ഇട്ടുണ്ടായിരുന്നു. ജസ്റ്റിഫൈ ഇതൊരു നല്ലൊരു ചോദ്യമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ നല്ലൊരു ചോദ്യമാണെന്നുള്ളത് കേട്ടോ. ഒരു സുഖമില്ലാത്തൊരു ലേണിംഗ് സർവീസ് ഇൻഡസ്ട്രിയിലുള്ള ഒന്നാണ്. അതിലിപ്പോൾ എന്തൊരു ജസ്റ്റിഫൈ ചെയ്യാൻ ഉള്ളത് എന്നുള്ളത് വല്ലാണ്ടൊരു എക്സ്പ്ലനേഷനുള്ള സാധ്യത കുറവാണ്. അങ്ങനൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് മറ്റൊരു സജഷൻ, മെത്തേഡ്സ് ടു ബി ടേക്കൺ കെയർ വൈൽ ഹാൻഡ്ലിംഗ് ഡാറ്റ. ബിസിനസ് ഡാറ്റ അനാലിസിസ് ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റോൾ ഓഫ് അസൈം ചാപ്റ്ററിന് ഡാറ്റ സയൻറ്റിസ്റ്റ് ഇൻ എ സൊസൈറ്റി നിർബന്ധമായി നോക്കണം കേട്ടോ. അത് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ റോൾ ഓഫ് AI നമുക്ക് വേണമെങ്കിൽ വീണ്ടും പ്രതീക്ഷിക്കാം. റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഇൻ ബിസിനസ് നിർബന്ധമായും പഠിക്കുക. ഓക്കെ, അതാണ് മറ്റൊരു നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യം. പിന്നെ നെക്സ്റ്റ് സൈബർ ക്രൈംസ് വീണ്ടും പ്രതീക്ഷിക്കാം. സൈബർ ക്രൈംസ് എന്താണ്, അതിൻ്റെ ടൈപ്സ് ഉണ്ട്. ഓക്കെ, SAക്കും പലപ്പോഴും ഇടാറുള്ളതാണ്. അതുപോലെ തന്നെ സൈബർ അഡിക്ഷനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. സൈബർ അഡിക്ഷൻ എന്താണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സൈബർ അഡിക്ഷൻ ചോദിച്ചുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ അതിൻ്റെ കൂടെ പറയണ്ടായിരുന്നു, ഡാറ്റ അനാലിസിസിൻ്റെ കൂടെ ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ് അത് ചോദിക്കാറുണ്ട്. ഡാറ്റ അനാലിസിസ് എന്താണ്, ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ്. ഓക്കെ, ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്താണ്, അങ്ങനെയാണ് ചോദിക്കുക. ബിസിനസ്
ഡാറ്റ അനാലിസിസ് എന്താണ്? ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ് എൻ്റെ കൂടെ. ഓക്കെ, നിർബന്ധമായും പഠിക്കുക. ഇനി നെക്സ്റ്റ് ഇ ഗവേണൻസിനെ പറ്റിയിട്ട്. ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ. ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിലെ ഡിഫറെൻറ്റ് ടൈപ്സ്. അതിലേതൊക്കെയാ? വെർബൽ ഉണ്ട്, വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ചില സമയത്ത് ഇതിൻ്റെ ഡിഫറൻസോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അങ്ങനെയും ചോദിക്കാം. അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് അങ്ങനെ ചോദിക്കാം. അപ്പോൾ നിർബന്ധമായും കമ്മ്യൂണിക്കേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കുക കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് knowledge resources available in the internet. നിർബന്ധമായി നോക്കാം. ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് മൂക്കിനെ പറ്റിയുള്ള ചോദ്യം മിക്ക പേപ്പറിലും വരാറുള്ളതാണ്. 2 മാർക്സോ അതല്ലെങ്കിൽ 5 മാർക്സിൻ്റെയിലേക്കോ എപ്പോഴും വരാറുള്ളതാണ്. എന്താണ് മൂക്ക്? അതുപോലെ തന്നെ മൂക്ക് ആൻഡ് ഫോർമൽ ഓൺലൈൻ കോഴ്സസ്, ഈ രണ്ടെണ്ണത്തിനെയും പറ്റിയിട്ടുള്ളൊരു കമ്പാരിസൺ. മൂക്ക് ആൻഡ് ഫോർമൽ ഓൺലൈൻ കോഴ്സസ് ഡിഫറൻസ് ചോദിക്കാറുണ്ട്. കോഴ്സസ് അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ നെക്സ്റ്റ് സൈബർ അഡിക്ഷനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ കോൺസിക്വൻസസും നമ്മൾ സൈബർ അഡിക്ഷൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ കോൺസിക്വൻസസ് അതും കൂടി നോക്കണം കേട്ടോ. കോൺസിക്വൻസസ് സൈബർ അഡിക്ഷൻ എന്താണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന 2 മാർക്കിൻ്റെയിലേക്കും 5 മാർക്കിൻ്റെയിലേക്കുള്ള ടോപ്പിക്കാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഓക്കെ, അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് പലപ്പോഴും വരാറുള്ളതാണ്. അതുപോലെ തന്നെ ഇ ലേണിങ്ങിൻ്റെ ബെനഫിറ്റ്സ് ഞാൻ നേരത്തെ നോക്കാൻ പറഞ്ഞു. പിന്നെ ഓൺലൈൻ ലൈബ്രറീസിനെ പറ്റിയിട്ട്, ഓൺലൈൻ ലൈബ്രറീസ് അതിൻ്റെ ബെനഫിറ്റ്സ്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തായാലും നോക്കണേ. ഓൺലൈൻ ലൈബ്രറീസ് ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിക്കണം. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിൻ്റെ ഞാൻ ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടായിരുന്നു. അതിൻ്റെ ബെനഫിറ്റ്സ്, ടൈപ്സ്, സിഗ്നിഫിക്കൻസ് നോക്കി വയ്ക്കണം. ഇനി നെക്സ്റ്റ് ഒരു സജഷൻ തരാനുള്ളത് സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസിനെ പറ്റിയിട്ട്. സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് കൺസേണിങ് വിത്ത് IT ഇൻ സൊസൈറ്റി. ഇഷ്യൂസ് കൺസേൺഡ്, കോമൺ ഒരു ടോപ്പിക്കാണ്. കൺസേൺ വിത്ത് IT in society. സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് കൺസേൺ വിത്ത് IT ചോദിച്ചിട്ടുള്ളതാണ് ഇതിനായിട്ട് മുമ്പ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഡയമെൻഷൻ ഓഫ് ഡാറ്റ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അതിനെ പറ്റിയിട്ടും പിന്നെ ബെനഫിറ്റ്സ് ഓഫ് ഡാറ്റ ക്വാളിറ്റി അതിനെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ട്. എന്താണ് ബെനഫിറ്റ്സ് ഓഫ്
ഡാറ്റ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ഡാറ്റ നിർബന്ധമായി നോക്കുക. പിന്നെ നെക്സ്റ്റ് PPC, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്കിനിലേക്കും വരാം. PPC മാർക്കറ്റിംഗ്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ ബെനഫിറ്റ്സ്, അതുപോലെ തന്നെ ബെനഫിറ്റ്സ് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് നിർബന്ധമായും പഠിക്കുക, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 മാർക്സിൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് ഇപ്പം നൽകിയത്. അതിൽ 5 മാർക്കിൻ്റെ 8 ചോദ്യങ്ങളുണ്ടല്ലോ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ടൈപ്സ്, മോഡൽസ്, പിന്നെ ലേണിംഗ് ബെനഫിറ്റ്സ്, ലിമിറ്റേഷൻസ്, ലേണിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള ഒരെണ്ണുണ്ടാവും. പിന്നെ ബിസിനസ് ഡാറ്റ അനാലിസിസ്, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മെത്തേഡ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് ഫൈൽ ഹാൻഡ്ലിംഗ് ഡാറ്റ, അല്ലെങ്കിൽ റോൾ ഓഫ് ഡാറ്റ സയൻറ്റിസ്റ്റ്. അതുപോലെ തന്നെ നെക്സ്റ്റ് AI പറ്റിയിട്ട് മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. സൈബർ ക്രൈംസ് ഉണ്ട്, സൈബർ അഡിക്ഷൻ, സൈബർ കോൺസിക്വൻസസ്. ഒരെണ്ണം കൂടി പറയാനുണ്ട്, സൈബർ ലോനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്, സൈബർ ലോ. ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ്, ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്താണെന്ന് ചോദിച്ചിട്ട്. പിന്നെ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ, കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ്, നോളജ് റിസോഴ്സസ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്, മൂക്ക് എന്താണ്, മൂക്കും ഫോർമൽ ഓൺലൈൻ കോഴ്സസ് നമ്മളൊരു കമ്പാരിസൺ, ഗ്രീൻ കമ്പ്യൂട്ടിങ്, പിന്നെ ഓൺലൈൻ ലൈബ്രറീസ്, സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് കൺസേൺ വിത്ത് IT, പിന്നെ പറയുന്ന ഡയമെൻഷൻ ഓഫ് ഡാറ്റ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ബെനിഫിറ്റ്സ് ഓഫ് ഡാറ്റ ക്വാളിറ്റി, PPC. പിന്നെ ഇനി ഇതിൽ പറയാനുള്ള 2 കാര്യങ്ങൾ ഉള്ളത്, ഓൺലൈൻ അഡ്വർടൈസിങ് അതിൻ്റെ ബെനഫിറ്റ്സ് അത് വരണം. പിന്നെ ലാസ്റ്റ് SCക്കാണ് വരാറ്. പറഞ്ഞ പോലെ പ്രൊഫഷണലിസം അല്ലെങ്കിൽ ഗുഡ് പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ടുള്ള പ്രൊഫഷണലിൻ്റെ ഫീച്ചേഴ്സ് ഇല്ലേ, അത് ചില സമയത്ത് നമുക്ക് 5 മാർക്കിലേക്ക് വരാം. പ്രൊഫഷണലിൻ്റെ ഫീച്ചേഴ്സ്, നല്ല പ്രൊഫഷണൽ ആവാൻ വേണ്ടിയില്ല, SCക്കും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നൊരു ടോപ്പിക്കാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ 5 മാർക്കിനിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നത് ഇതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇത്, ആൻഡ് ഫൈനലി ഇത്. സോ നമുക്കിതിൽ നിന്ന് എന്തായാലും ഒരു 8 ചോദ്യങ്ങൾ ലഭിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.